ഹായ് ഹലോ എവരിവൺ വെൽക്കം ടു റോട്ടോഡോക്സ്. അങ്ങനെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളത്, അപ്പോൾ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ ആർ സി ബി വേഴ്സസ് SRH മത്സരത്തിൽ ആർ സി ബി ക്യാപ്റ്റൻ ഇന്നലെ ജിതേഷ് ശർമ്മയായിരുന്നു. അപ്പോൾ ഇന്നലെ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റി. അപ്പോൾ അത് കമൻറ്റ് ബോക്സിൽ പറഞ്ഞു തന്ന ആളുകൾക്ക് നന്ദി. അപ്പോൾ എന്തായാലും സോറി ഫോർ ദാറ്റ് മിസ്റ്റേക്ക്. അപ്പോൾ നമുക്ക് ഇന്നലത്തെ മത്സരത്തിലോട്ട് വരാം. അപ്പോൾ ഇന്നലെ PBSK വേഴ്സസ് DC മത്സരം ഓൾറെഡി DC ടൂർണമെന്റിൽ നിന്ന് പുറത്തായി കഴിഞ്ഞു. അപ്പോൾ ഇന്നലത്തെ മത്സരത്തിൽ ഒരു ആശ്വാസ വിജയത്തിന് വേണ്ടി ഇറങ്ങിയ ഡൽഹിക്ക് അത് കിട്ടുകയുണ്ടായി. അങ്ങനെ ടൂർണമെന്റിൽ ഇപ്പോൾ പ്ലേ ഓഫിലെത്തി. അവർ ആ ഒരു ടോപ്പ് സ്പോട്ട് ഉറപ്പിക്കാനായിട്ടുള്ള ഒരു അവസരം പഞ്ചാബിന് നഷ്ടമായി. അവർ ഇന്നലത്തെ മത്സരത്തിൽ തോൽവി പറഞ്ഞു. എന്തായാലും ഇനി ഒരു മത്സരം കൂടി പഞ്ചാബ് ശേഷിക്കുന്നുണ്ട്. അത് വിജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്തായാലും ടോപ്പ് ക്വാളിഫയർ എന്തായാലും ഉറപ്പിക്കാൻ പറ്റും. അത് മുംബൈയായിട്ടാണ്. കഴിഞ്ഞ 3 മത്സരങ്ങൾ, അതായത് പ്ലേ ഓഫിലെത്തിയ 3 ടീമുകൾ, പഞ്ചാബ്, RCB അതുപോലെ GT, ഈ 3 ടീമുകളും ടൂർണമെന്റിൽ നിന്ന് പുറത്തായി കഴിഞ്ഞ, പ്ലേ ഓഫ് എത്താതെ പുറത്തായി കഴിഞ്ഞ ടീമുകളായിട്ട് തോൽക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അപ്പോൾ ഇന്നലെ അത്തരത്തിലുള്ളൊരു കാഴ്ചയാണ്. ആദ്യം ബാറ്റ് ചെയ്ത പഞ്ചാബ് ഇന്നലെ ജയ്പൂർ ഗ്രൗണ്ടിൽ, അതായത് രാജസ്ഥാൻ്റെ ഹോം ഗ്രൗണ്ടിലായിരുന്നു മത്സരം. ഡൽഹിക്ക് ടോസ് കിട്ടുന്നു. അപ്പോൾ പഞ്ചാബിനെ ബാറ്റിങ്ങിന് അയക്കുന്നു. ആദ്യം ബാറ്റ് ചെയ്ത പഞ്ചാബ് 206 എന്ന് പറയുന്ന ഒരു മികച്ച സ്കോർ തന്നെയാണ് സെറ്റ് ചെയ്യുന്നത്. താരതമ്യേന ഡൽഹി ബാറ്റിംഗ്, KL രാഹുലിനെ മാത്രം കേന്ദ്രീകരിച്ച് പോകുന്ന ഒരു ഡൽഹി ബാറ്റിംഗ് നിര ആ ഒരു സ്കോറിലോട്ട് എത്തും എന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഇന്നലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സമീർ റിസ്വി എന്ന് പറയുന്ന ഡൊമസ്റ്റിക്കിൽ അത്രയും മികച്ച സ്റ്റാറ്റ്സ് ഉള്ള ഒരു പ്ലെയർ, അദ്ദേഹത്തിൻ്റെ ആദ്യ 50, ഇന്നലെ IPL അദ്ദേഹത്തിൻ്റെ ആദ്യ 50 കണ്ടെത്തിയ മത്സരത്തിൽ ഇന്നലെ ഡൽഹിക്ക് ഒരു മികച്ച വിജയം. അവർ വളരെ കംഫർട്ടബിൾ ആയിട്ട് ആ ഒരു സ്കോറിലേക്ക് ഇന്നലെ എത്തുന്നത് നമ്മൾ കണ്ടു. ആദ്യം ബാറ്റ് ചെയ്ത പഞ്ചാബിന് വേണ്ടിയിട്ട് പ്രിയാൻഷു വാരി അതുപോലെ തന്നെ പ്രഭ്സിമ്രാൻ സിംഗ്, അവർക്ക് ആ ഒരു പതിവ് പോലെ ഒരു മികച്ച തുടക്കം നൽകാൻ സാധിച്ചില്ല. പ്രിയാൻഷു വാരി തുടക്കം തന്നെ മുസ്തഫിസുർ റഹ്മാൻ മടക്കുന്ന കാഴ്ച. ഇന്നലെ മുസ്തഫിസുർ റഹ്മാന്റെ മികച്ചൊരു ബോളിംഗ് സ്പെല്ലായിരുന്നു. നമുക്കറിയാം മിച്ചൽ സ്റ്റാർക്കിന്റെ ആ ഒരു പൊസിഷനിലാണ് നിലവിൽ മുസ്തഫിസുർ റഹ്മാൻ കളിക്കുന്നത്. പക്ഷേ ആ ഒരു ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ തൻ്റെതായ രീതിയിൽ ഇന്നലെ അദ്ദേഹം മികച്ച രീതിയിൽ പന്തെറിഞ്ഞു. 4 ഓവറിൽ വെറും 33 റൺസ് മാത്രം വിട്ടുകൊടുത്താണ് 3 കീ വിക്കറ്റ്സ്, അതും ശശാങ്ക് സിംഗിന്റെയും പ്രിയാൻഷു വാരിയുടെയും ജാൻസന്റെയും വിക്കറ്റ് അദ്ദേഹം എടുക്കുന്നത്. അപ്പോൾ പ്രഭ്സിമ്രാനും വേഗം തന്നെ പുറത്താവുന്നു. വിപ്രാജ് പവർ പ്ലേയിൽ തന്നെ ഒരു ബ്രേക്ക് ത്രൂ കൊടുക്കുന്നുണ്ട് ഡൽഹിക്ക് വേണ്ടിയിട്ട്. പിന്നീട് ശ്രേയസ് അയ്യർ മികച്ച രീതിയിൽ അദ്ദേഹം നല്ലൊരു 50 കണ്ടെത്തുന്നു. അതുപോലെ തന്നെ ഇംഗ്ലീഷിൻ്റെ ഒരു ഇന്നിങ്സ്, നല്ലൊരു മികച്ച ഇന്നിങ്സ് വരുന്നു. ബാക്കി ഇപ്പോൾ നെഹൽ വധേരയ്ക്കായാലും ശശാങ്ക് സിംഗിനായാലും നല്ല വലിയ കാര്യമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ടീമിലേക്ക് തിരിച്ചെത്തിയ സ്റ്റോയിൻസിൻ്റെ വക ലാസ്റ്റ് ഒരു വമ്പൻ വെടിക്കെട്ട് ഇന്നിങ്സ് കൂടെ ആയപ്പോൾ 206 എന്ന് പറയുന്ന നല്ലൊരു ഡീസൻറ്റ് ടോട്ടലിലോട്ട് അവരെത്തുകയാണ്. അപ്പോൾ ഒരിക്കലും ഡൽഹിയുടെ നമ്മൾ ബാറ്റിംഗ് കഴിഞ്ഞ കുറേ മത്സരങ്ങളായിട്ട് അറിയാം, അവരുടെ ബാറ്റ്സ്മാൻമാർ ആരും ഫോമിലല്ല. KL രാഹുൽ പോലും അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നതിനൊക്കെ അപ്പുറം ഉള്ളൊരു രീതിയാണ് ഡൽഹിയുടെ ബാറ്റിങ്ങിൻ്റെ ഒരു ശോകാവസ്ഥ. പക്ഷേ ഇന്നലെ പതിവിന് വിപരീതമായിട്ട് നല്ലൊരു സ്റ്റാർട്ട് കിട്ടുകയാണ് ഡൽഹിക്ക്. ഡൂപ്ലസിസ് ആയാലും അതുപോലെ തന്നെ KL രാഹുൽ ആയാലും നല്ലൊരു സ്റ്റാർട്ട് കൊടുത്ത് 5 ഓവറിന് 50 റൺസിന് മുകളിലും 6 ഓവറിൽ 60 റൺസിന് മുകളിലൊക്കെ ടീം എത്തുകയാണ്. പക്ഷെ അവർ രണ്ടുപേരും വിക്കറ്റ് പോയതിനു ശേഷം നമ്മൾ പ്രതീക്ഷിച്ചു ഡൽഹി ഒരു കൊളാപ്സ് ആവും എന്നുള്ളത്. പക്ഷെ പിന്നീട് വന്ന കരുൺ നായർ ഇന്നലെ വളരെ മെച്ചോർഡായിട്ടുള്ള ഒരു മികച്ചൊരു ഇന്നിങ്സ്. പ്രവീൺ എന്ന് പറഞ്ഞൊരു സ്പിന്നറുടെ ഓവറിൽ ഏകദേശം 4 ഫോറുകളാണ് അദ്ദേഹം അടിക്കുന്നത്, അതും പ്യുവർ ക്ലാസ് ഷോട്ട്സ്. അദ്ദേഹം ടെസ്റ്റ് ടീമിലേക്ക് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ആ ഒരു ഹാപ്പിനെസ് അദ്ദേഹത്തിന് എന്തായാലും ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ ഒരു മികച്ചൊരു ഇന്നിങ്സാണ്. അതിൽ താൻ യോഗ്യനാണ്, അർഹനാണെന്ന് പറയപ്പെടുന്ന, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന തരത്തിലുള്ള ഒരു മികച്ചൊരു ഇന്നിങ്സ്. പിന്നെ അദ്ദേഹം അതുപോലെ തന്നെ സമീർ റിസിയും കൂടിയുള്ള ആ ഒരു പാർട്ട്ണർഷിപ്പ് മിഡിൽ ഓവേഴ്സിൽ അത് തന്നെയാണ് ഡൽഹിക്ക് ഇന്നലെ ആ ഒരു അവർ ആ ഒരു ചേസിങ്ങിൽ നട്ടലായിട്ട് മാറിയത്. രണ്ടുപേരും കൂടി വളരെ മികച്ച രീതിയിൽ റൺ റേറ്റ് ഉയർത്തുന്ന ഒരു കാഴ്ച. കരുൺ നായരായാലും അതുപോലെ തന്നെ റിസ്യു ആയാലും ഇവർ രണ്ടുപേരും ആ ഒരു ഇന്നിങ്സ് ഏകദേശം ഫിനിഷ് ചെയ്യാവുന്ന ഘട്ടത്തിൽ കരുൺ നായർ പുറത്താവുന്നു. പക്ഷെ പിന്നീട് വന്നിട്ടുള്ള സ്റ്റപ്സിനെയും കൂട്ടി റിസ്യു അതിമനോഹരമായിട്ട് അതിസുന്ദരമായിട്ട് ആ ഒരു ഇന്നിങ്സ് ഫിനിഷ് ചെയ്യുന്ന കാഴ്ച. എന്നാലും റിസ്യുയുടെ ഷോട്ട്സ് ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അദ്ദേഹത്തിൻ്റെ സിക്സസ് ഒക്കെ വളരെ ഭയങ്കര ഒരു വലിയ പവർ ഹിറ്ററാണ് അദ്ദേഹം എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള വലിയ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്ന സിക്സുകളാണ് അദ്ദേഹം അടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ വലിയൊരു ഭാവി IPL ഉള്ള ഒരു പ്ലെയർ ആണ് സമീർ റിസ്യു. അപ്പോൾ അദ്ദേഹത്തിന് അത് ഇനി അടുത്ത സീസണിലും തെളിയിക്കാനായിട്ട് ഒരുപാട് അവസരങ്ങൾ കിട്ടുമെന്ന് വിചാരിക്കാം. ഇന്നലെ ആദ്യ 50യും അതുപോലെ തന്നെ IPL ആദ്യ പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരം അദ്ദേഹം നേടുന്നുണ്ടായി. അതുപോലെ അവസാന മത്സരത്തിൽ ഒരു വിജയത്തോടു കൂടി ഡൽഹിക്ക് പടിയിറങ്ങാം. അങ്ങനെ ഇതൊരു വർഷം കഴിഞ്ഞ മത്സരത്തിലായിരുന്നെങ്കിൽ അവർക്ക് ഈ ഒരു പ്ലേ ഓഫിലോട്ട് എത്തായിരുന്നു. എന്തായാലും അത് നിർഭാഗ്യവശാൽ സംഭവിച്ചില്ല. എന്തായാലും ഇനിയുള്ള മത്സരങ്ങൾ എല്ലാ ടീമുകൾക്കും ക്രൂഷ്യലാണ്. അപ്പോൾ നിലവിലിപ്പോൾ 3 ടീമുകളും പ്ലേ ഓഫിന് മുമ്പായിട്ടുള്ള മത്സരങ്ങൾ തോറ്റു കഴിഞ്ഞു. ഇനി മുംബൈക്കും അതുപോലെ തന്നെ പഞ്ചാബിനും അവർ തമ്മിലുള്ള ഒരു മത്സരം മാത്രമാണ് പ്ലേ ഓഫിലുള്ള ടീമുകൾക്ക് ഇനി കാത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഗുജറാത്തിന് ചെന്നൈയായിട്ടുള്ളൊരു മത്സരം. അപ്പോൾ ഈ 2 മത്സരങ്ങളും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്ലേ ഓഫിൻ്റെ സ്റ്റാൻഡിങ്, അതായത് ക്വാളിഫയർ ഏതൊക്കെ ടീം, എലിമിനേറ്റർ ഏതൊക്കെ ടീം കളിക്കും എന്നുള്ളൊരു പിക്ചർ നമുക്ക് എന്തായാലും കിട്ടും. എനിവേ ഇന്നലത്തെ മത്സരം ഒരു മികച്ച മത്സരം തന്നെയായിരുന്നു. പ്രത്യേകിച്ച് മഴയുടെ കാര്യങ്ങൾ ഒരു ശല്യം ഉണ്ടായില്ല. എന്തായാലും പ്ലേ ഓഫിലെ മത്സരങ്ങൾ ഇങ്ങനെ തന്നെ നല്ല രീതിയിൽ തീരട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം. എന്തായാലും നമ്മുടെ വീഡിയോസ് കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ വീഡിയോസിൽ ഇങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പറഞ്ഞു തരിക. അപ്പോൾ എനിവേ എന്തായാലും താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം വരുന്നതായിരിക്കും. താങ്ക് യു.